പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ രാപ്പകൽ സമരം ഇവിടെ സംഘടിപ്പിച്ചു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വരെ സ്ഥിരമായി നരേന്ദ്രമോദി എതിർത്തിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ. ഞാൻ സഭയിൽ അംഗമായിരുന്നപ്പോൾ ഒരു പ്രസംഗം പോലും നെഹ്റുവിനെ വിമർശിക്കാതെ ഒരു പ്രസംഗം പോലും നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളുടെ പരിപാടിക്ക് പോയാലും കുറ്റം കോൺഗ്രസിന്, മറ്റേത് സ്ഥാപനത്തിൽ ചെന്നാലും കോൺഗ്രസിനെ കുറ്റം പറയുക. പക്ഷെ ആദ്യമായിട്ടാണ് ഗാന്ധിജിയെ നേരിട്ട് കടന്നാക്രമിച്ചത്. കാരണം ഗാന്ധിജി ഇല്ലാതാക്കിയവരായതുകൊണ്ട് സാധാരണ ഗാന്ധിയെ കുറ്റം പറയാറില്ല. പക്ഷെ ഇപ്പോഴ് ഗാന്ധിജിയും കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ കുറെ കാലങ്ങളായി ശ്രമം തുടങ്ങിയിട്ട്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ അംഗമായിരുന്നവർക്കറിയാം, ഓരോ ബഡ്ജറ്റിലും ഇതിന്റെ വിഹിതം കുറച്ചുകൊണ്ട് വരിക. ഇപ്പോഴീ 60-40 ആക്കിയപ്പോ 60-40 എന്നുള്ളതല്ല പ്രശ്നം. സംസ്ഥാനങ്ങളുടെ 40% അവരുടെ കോട്ട ആദ്യം റിലീസ് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കോട്ടയും റിലീസ് ചെയ്യില്ല. ഇതങ്ങനെയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. സംസ്ഥാനം റിലീസ് ചെയ്യുന്നതനുസരിച്ചാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ കേന്ദ്രം റിലീസ് ചെയ്യില്ല. അപ്പൊ കേന്ദ്രത്തിന് പരമസുഖമായി. സംസ്ഥാനം റിലീസ് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും കൊടുത്തില്ല. എന്നിട്ട് ഇതൊക്കെ ലാഭം വെച്ച് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ പിണറായി കാണിക്കുന്നത് പോലെ, ഈ ക്ഷേമ പെൻഷൻ ഇലക്ഷന്റെ തലേന്ന് കൂട്ടുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെപ്പിടി വിദ്യ കാണിക്കാനുള്ള പണം സ്വരൂപിച്ച് വെക്കുക. അതിന് പാവപ്പെട്ട ഈ തൊഴിലാളികളെ ഇങ്ങനെ വഴിയാതാരാക്കേണ്ട പോലെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇവരുടെ നയം. അപ്പോൾ ഓരോ ദേശീയ നേതാക്കന്മാരുടെ പേരുകൾ ഒഴിവാക്കി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുത്തവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങി. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദിയുടെ അഭാവം കേരളത്തിൽ പരിഹരിക്കുന്നത് ഇപ്പൊ പിണറായി വിജയൻ. കാരണം എന്തെല്ലാം മോഡി ചെയ്യുന്നുവോ അതെല്ലാം അദ്ദേഹം കേരളത്തിൽ ആവർത്തിക്കുക. ഇപ്പൊ അവിടെ പലരും പറഞ്ഞല്ലോ, ഇന്നലെ ശരിക്ക് മുഖ്യമന്ത്രി സമരം നടത്തേണ്ട എവിടെയാണ്? ഇവിടെയല്ലേ സമരം നടത്തുന്നത്? ഇതല്ലേ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണല്ലോ ഗവർണർ. ഒന്നും വേണ്ട, ആ AG's ഓഫീസിന്റെ മുമ്പിലെങ്കിലും സമരം നടത്തായിരുന്നു. AG's ഓഫീസ് അങ്ങനെയെങ്കിലും പറയും. ഇത് പാവം രക്തസാക്ഷി മണ്ഡപത്തിൽ രക്തസാക്ഷികളാണോ നിയമം മാറ്റിയത്? ഈ നിയമം മാറ്റിയവർക്കെതിരെ ഒരു സമരം നടത്താനുള്ള ഗട്സ് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. ഇന്നലത്തെ പ്രസംഗം എന്താ? തൊഴിലുറപ്പ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ഈ യോഗത്തിൽ ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ഇന്നലത്തെ സമരത്തിൽ എത്ര തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടായി? ഞാനിന്നലെ 11:30 മണിക്ക് ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിലൂടെ പോയപ്പോ മുഖ്യമന്ത്രിയുടെ കാറ് മാത്രം പുറത്തുണ്ട്, ഒരനക്കും പുറത്തു വന്നില്ല. ഞാൻ വിചാരിച്ചു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഒരു മനുഷ്യനുമില്ല. കാരണം അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നില്ല ഇന്നലെ. അടുത്ത ഇലക്ഷനിൽ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്ന MLA-മാർക്കും മന്ത്രിമാരുടെയും തൊഴിൽ എങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇന്നലെ സമരം നടത്തിയത്. മാത്രമല്ല, ഇവിടെ സമരം നടത്തിയാൽ ഇതിന്റെ അകത്തിരിക്കുന്ന പണ്ഡിതന് വല്ലതും തോന്നിയെങ്കിലോ എന്ന് മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട്. കാരണം അദ്ദേഹത്തിന് വല്ലതും തോന്നിയാൽ ശരിക്കുള്ള ED-നെ കാണേണ്ടി വരുന്നുള്ള പേടിയുണ്ട്. ഇപ്പൊ ED കോൺഗ്രസ്സുകാരെടുത്ത് മാത്രമേ വരുന്നു, പിണറായിന്റെ അടുത്ത് പോയില്ലല്ലോ. ഇവിടെ വന്ന് വല്ല സമരവും ചെയ്ത് മൂപ്പർക്ക് വല്ല ദേഷ്യവും തോന്നിയാൽ ED വന്നെങ്കിലോ എന്ന് പേടിച്ച് ED-യെ പേടിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നത്.
അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ കുറെ പദ്ധതികളൊക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചു, ഒന്നും നടക്കാത്തതാണ്. എങ്കിലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ക്ഷേമം ഊട്ടിയുറപ്പിക്കുന്ന സംസ്ഥാന വിഹിതം ഞങ്ങൾ ഒരു മുടക്കവും കൂടാതെ നൽകും, കേന്ദ്രത്തിന്റെ തന്നില്ലെങ്കിൽ ഞങ്ങൾ നടത്തും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ആ ധൈര്യമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, കേന്ദ്രത്തിന് ഒരു കാരണവശാലും വിഷമിപ്പിക്കാൻ പാടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ശക്തമായി കോൺഗ്രസ് അതിന്റെ നയം പറഞ്ഞുകൊണ്ട്, തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരും എല്ലാത്തിലും കേന്ദ്ര സർക്കാരിനെ രഹസ്യമായി സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം കൂടിയാണ് ഈ രാപ്പകൽ സമരം. ഇതിവിടം കൊണ്ട് തീരില്ല. ഇനിയും ഗ്രാമങ്ങളിലൊക്കെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി കോൺഗ്രസ് ശബ്ദമുയർത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച KTC നേതൃത്വത്തിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.